பிரச்சனை என்னன்னு கேட்டீங்கன்னா வட மாநிலத்தில் வந்திருக்காங்க, ஜார்க்கண்ட் மாநிலத்திலேருந்து. அங்கே வந்து குடியிருப்பு பக்கத்தில் வந்து புதர்கள் மண்டி இருக்குது அதிகமாக. பொதுவாக வந்து ஜார்க்கண்ட்லேருந்து வர்ற மக்களுக்கு வந்து பாதுகாப்பு கொடுக்கணும். இப்போ வந்து எஸ்டேட் நிர்வாகம் வந்து வேலை தான் வாங்குறாங்களோ ஒழிஞ்சு அவங்களுக்கு பாதுகாப்பு கொடுக்கறதில்ல. அதனால வீட்டை சுற்றி இருக்கிற புதர், அடுத்து வந்து குழந்தைங்களை வந்து பராமரிக்கிறதுக்கு வந்து கிரச்சில் கொண்டு போய் விட்டு பராமரிச்சாங்கன்னா கொஞ்சம் நல்லாயிருக்கும். அடுத்து வந்து நெக்ஸ்ட் வந்து என்னென்னு கேட்டிங்கன்னா, வால்பாறை பகுதியில் வந்து வனவிலங்குகள் தொல்லை அதிகமாக இருக்குது நாளுக்கு நாள். அதை கட்டுப்படுத்தணும். பொதுமக்களுக்கு வந்து வனத்துறை பாதுகாப்பு கொடுக்கணும். நன்றி. ഒരു പാതുകാപ്പും ഇല്ലേ? ഇല്ല, പാതുകാപ്പ് ഇല്ല. പൊതുമക്കൾക്ക് പാതുകാപ്പില്ല. അനുജ, അതാണ് ഇവർ പറയുന്നത്. അതായത് ഈ തോട്ടം തൊഴിലാളികളായി എത്തുന്ന ഇവർക്കെല്ലാം തന്നെ ശമ്പളം കൃത്യമായി നൽകുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർക്കൊരു സുരക്ഷ ഒരുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ വീടിന് ചുറ്റും ഒരു ഫെൻസിങ്ങോ അങ്ങനെ ഒരു തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും വന്യജീവികളെല്ലാം തന്നെ ഇവരുടെ വീടിന് ചുറ്റും എത്തുന്നു, വീട് ആക്രമിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 3 വയസ്സുകാരിയെ ഇത്തരത്തിൽ ഈ പുലി ആക്രമിച്ച് അന്നും കൊലപ്പെടുത്തിയത്. പക്ഷേ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ സൂചിപ്പിക്കുന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഈ മേഖല, അതായത് കേരള തമിഴ്നാട് അതിർത്തി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് അത് ഈ വാൽപ്പാറ ഉൾപ്പെടുന്ന മേഖലയാണ്. അത് കേരള തമിഴ്നാട് അതിർത്തി എന്ന് വ്യത്യാസമില്ല. ഇരു മേഖലകളിലും അതായത് തുടർച്ചയായി വന്യജീവി ആക്രമണം ഉണ്ടാകുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള സ്വദേശിയായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരു പാചക തൊഴിലാളിയെ ആന വീട്ടിൽ നിന്ന് ഈ വീടിന്റെ ചുവര് പൊളിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഈ ആന ചവിട്ടി കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. അതോടൊപ്പം തന്നെ തുടർച്ചയായി ഈ പുലി അടക്കമുള്ള ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അവർ പറയുന്ന വന്യജീവി ആക്രമണങ്ങൾ പതിവിൽ നിന്ന് വിപരീതമായി ഇവിടെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഒരു അതിർത്തി പ്രദേശമായതുകൊണ്ട് തന്നെ ഇരു സർക്കാരുകളുടെയും ഇടപെടൽ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷെ അത്തരത്തിലൊരു കാര്യക്ഷമമായ ഇടപെടൽ ഈ മേഖല, അതായത് ഒരു അതിർത്തി പ്രദേശം എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഈ മേഖലയിൽ ഉണ്ടാകുന്നില്ല. അത് കേരള അതിർത്തിയാണെങ്കിൽ പോലും തമിഴ്നാട് അതിർത്തിയാണെങ്കിലും അവിടെ ഒന്നും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഈ തോട്ടം തൊഴിലാളികളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു അലംഭാവം അത് നമുക്കിവിടെ പ്രകടവുമാണ്. കാരണം അവർ താമസിക്കുന്നതാ, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി നമ്മുടെ ക്യാമറാമാനോട് പറഞ്ഞാൽ നമുക്ക് കാണാം. അവിടെ ഒത്തിരി ലയങ്ങൾ, ഈ തേയിലത്തോട്ടത്തിന് നടുവിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ മോർച്ചറിക്ക് സമീപം എല്ലാം തന്നെ വലിയ തേയിലത്തോട്ടങ്ങളാണ്. ആ ദൃശ്യത്തിലേക്ക് പോയാൽ നമുക്ക് കാണാം അവിടെ എല്ലാം തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുണ്ട്. ആ ഭാഗത്തൊക്കെ നമ്മൾ കാണുന്നത് തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളാണ്. പക്ഷേ ആ ലയത്തിനൊന്നും തന്നെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ്. അതായത് അവരുടെ കുട്ടികളടക്കം കുടുംബമായി എത്തുന്ന തോട്ടം തൊഴിലാളികൾ അവർ ഈ ജീവിക്കുന്ന പരിസരമാണ്. അവിടെ ഒന്നും തന്നെ ഒരു ഫെൻസിങ്ങോ അടക്കമുള്ള ഒരു സംവിധാനങ്ങളോ ഇല്ല. സ്വാഭാവികമായും ഈ തേയിലത്തോട്ടത്തിൽ പതുങ്ങിയിരിക്കുന്ന പുലികൾ ഈ വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് കുട്ടികളെ ആക്രമിക്കുന്നത് പതിവ് സംഭവമായി മാറുകയാണ്. ഇത് ആദ്യ സംഭവമല്ല ഈ 6 വയസ്സുകാരിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്ന. അതിനു മുമ്പ് ഒരു 3 വയസ്സുകാരിയെ സമാനമായ രീതിയിൽ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ആ കേസ് റിപ്പോർട്ട് ചെയ്ത് മാസങ്ങൾ പോലും പിന്നിട്ടിട്ടില്ല. അതിനിടയിലാണ് അടുത്ത സംഭവം ഉണ്ടാകുന്നത്. നമ്മുടെ ദൃശ്യത്തിൽ കാണാം ആ വീടിന് ചുറ്റും ഒരു ഫെൻസിംഗ് പോലും ഇല്ല. നിരവധി വീടുകളുള്ള തോട്ടം തൊഴിലാളികളുടെ ലയമാണ് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത്. സമാനമായ, അതായത് ഇതിപ്പോൾ പച്ചാമല എസ്റ്റേറ്റിനോട് ചേർന്ന മറ്റൊരു എസ്റ്റേറ്റാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ കുട്ടിയെ പുലി ആക്രമിച്ച എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് 4 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ എസ്റ്റേറ്റിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ പുലി ആക്രമിച്ച ഈ സ്ഥലമുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് കൃത്യമായി നമ്മളിപ്പോൾ സംസാരിച്ച ആളുമായി സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഈ ഇത്തരത്തിലാണ്. അതായത് ഈ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നുണ്ട്, അതിനപ്പുറത്തേക്ക് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഒരുക്കുന്നതിന് ആരും തന്നെ തയ്യാറാകുന്നില്ല. അത് ഈ തേയിലത്തോട്ടത്തിന്റെ ഈ തോട്ടം മേഖലയിൽ പണിയെടുപ്പിക്കുന്ന മുതലാളിമാരാകട്ടെ, അതിനപ്പുറത്തേക്ക് സർക്കാർ സംവിധാനങ്ങളാകട്ടെ, ആരും തന്നെ ഇവരുടെ ഒരു സുരക്ഷിതത്വം കണക്കിലെടുത്തുകൊണ്ട് ഒരു സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ വേണം എന്ന ആവശ്യമാണ് ഇവർ ഉയരുന്നത്. എന്തായാലും ഈ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ നഷ്ടപരിഹാരം ലഭിക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് തടയുന്നതിനുള്ള ഒരു ശാശ്വത പരിഹാരം കൂടി വേണം എന്ന് ഈ ഘട്ടത്തിൽ ഇവർ ആവശ്യപ്പെടുകയാണ്. അനുജ.